ഹജ്ജിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി ഭൂരിഭാഗം തീർത്ഥാടകരും അറഫയിലെത്തി. ഇന്ത്യൻ സമയം 3 മണിയോടെയാണ് അറഫ പ്രഭാഷണത്തിന് തുടക്കമാവുക. ഇതിന് പിന്നാലെ പ്രാർത്ഥനകളോടെ അറഫ സംഗമത്തിന് തുടക്കമാകും. മദീന പള്ളിയിലെ ഇമാമാണ് അറഫ പ്രഭാഷണം നടത്തുക. ഈ വർഷത്തെ ഹജ്ജിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിലേക്ക് അത് ആരംഭിക്കാൻ ഇനി 2.25 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. സൗദി പ്രാദേശിക സമയം 12:45 കൂടിയാണ് അറഫ പ്രഭാഷണം മദീന പള്ളിയിലെ ഡോക്ടർ ഹുദൈഫി നിർവഹിക്കുക. ഇതിന് പിന്നാലെയാണ് അറഫ സംഗമത്തിന് തുടക്കമാവുക. ഇതിനകം 18 ലക്ഷത്തോളം തീർത്ഥാടകർ മിനായിൽ നിന്നും അറഫയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് സൂര്യാസ്തമയം വരെ ഹാജിമാർ അറഫയിലാണ് തങ്ങുക. ഹജ്ജുമായി ബന്ധപ്പെട്ട് ഏറ്റവും തിരക്കു പിടിച്ച കർമ്മങ്ങളിലേക്ക് ഹാജിമാർ പ്രവേശിക്കുന്നതും ഇന്നാണ്. ഇന്ത്യൻ ഹജ്ജ് മിഷന് കീഴിലും ഒപ്പം തന്നെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലുമായി എത്തിയ ഏതാണ്ട് 1,75,000 ഹാജിമാരുണ്ട്. ഇവരിൽ ഭൂരിഭാഗം പേരും അറഫയിലേക്ക് നിലവിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. ഇതിനു മുന്നോടിയായി മുഴുവൻ ഹാജിമാരും അറഫയിലേക്ക് എത്തിച്ചേരും. നാളെയാണ് ഹജ്ജിന് അർദ്ധവിരാമം കുറിച്ചുകൊണ്ട് ഹാജിമാർ അവരുടെ ചടങ്ങുകൾ ഏതാണ്ട് പൂർത്തിയാക്കുക. ആ തരത്തിൽ വലിയ തോതിൽ ഹാജിമാർക്ക് കായികാധ്വാനമുള്ള കർമ്മങ്ങളിലേക്കാണ് വരും മണിക്കൂറുകളിൽ അവർ പ്രവേശിക്കാൻ പോകുന്നത്. ഇതിൻ്റെ തുടക്കം കൂടിയാണ് അറഫ സംഗമം എന്ന് മാത്രമല്ല, ഹജ്ജിൻ്റെ ആത്മാവ് എന്നുള്ള നിലക്ക് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തി എന്ന് സൗദി ഭരണകൂടത്തിന് കീഴിലുള്ള യാത്രാ സംവിധാനങ്ങൾ വഴി ഉറപ്പാക്കുകയും ചെയ്യും. ഈ നിലക്ക് മുഴുവൻ ഹാജിമാരും നിലവിൽ അറഫയിലേക്ക് എത്തുകയും അവിടെ വിശ്രമം പൂർത്തിയാക്കി അറഫ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുകയാണ്.